ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കപ്പ ഫ്രോസൺ ആക്കി വാങ്ങിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. നോർമലി നമ്മൾ കപ്പ വാങ്ങി കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതിന് പല നാട്ടിൽ പല പേരാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇതിന് പറയുന്ന പേര് മത്തോക്ക് എന്നാണ്. ചില നാട്ടിൽ കപ്പ എന്ന് പറയും, ചില നാട്ടിൽ കൊള്ളി എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പ ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് വേവാൻ പാകമായിട്ടുള്ള വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ. അത് കാരണം അത് പിന്നെ അരിച്ചെടുക്കാറൊന്നുമില്ല, ജസ്റ്റ് അതിൽ കിടന്ന് വേവാനുള്ള വെള്ളം അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വറവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും അതിലോട്ട് ഇത്തിരി കടുക്, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ബീഫ് കറിയോ ചിക്കൻ കറിയോ ഫിഷ് കറിയോ അങ്ങനെ എന്തുണ്ടെങ്കിലും എല്ലാം ഇതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.